ഹായ് ഗേസ്, എല്ലാവർക്കും അബീസ് ബസ്ലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ അബീസ് ബസ്ലി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും അബീസ് ബസ്ലിയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും അബീസ് ബസ്ലിയാണ്. എൻ്റെ ബ്രാൻഡ് നെയിം, പ്രൊഡക്റ്റുകളുടെ പേരും ഒക്കെ അബീസ് ബസ്ലിയാണ് കേട്ടോ. അബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര്, അതായത് അഭില എന്നുള്ള എൻ്റെ ഷോർട്ട് നെയിമും എൻ്റെ ഹസ്ബൻഡിൻ്റെ സച്ചിദാനന്ദൻ എന്നുള്ള എസ്സും കൂടിയിട്ടുള്ള അബീസ് ഷോർട്ട് നെയിം. ബസ്ലി എന്ന് വെച്ചാൽ ബസ്ലി എന്ന അർത്ഥം ലാറ്റിൻ പദമാണ് ബസലി, അതായത് സ്ത്രീ. അപ്പോൾ എൻ്റെ അബീസ് ബസ്ലി യൂട്യൂബ് ചാനൽ, എനിക്ക് 2-4 യൂട്യൂബ് ചാനലുണ്ട്, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. ഒരു ആത്മീയ ചാനലുണ്ട്, ചിതി ഗംഗ എന്ന് പറഞ്ഞിട്ട്. ഒട്ടേറെ ചാനലുണ്ട്, പക്ഷേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണ ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ സോപ്പ് ബേസ്, എനിക്ക് കൊല്ലത്തേക്ക് ഒരു 5 കിലോ സോപ്പ് ബേസ് കൊല്ലത്തേക്ക് മാത്രം ഓർഡർ വന്നതാണ്. എൻ്റെ എന്താ പറയുക, ഒരു മാഡം എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കണ, കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു 5 കിലോ സോപ്പ് ബേസ് ഓർഡർ തന്നതാണ്. അതായത് തേങ്ങാപ്പാൽ, പിന്നെ അലവേര, പിന്നെ സാദാ ബേസ്, പിന്നെ കോക്കനട്ട് മിൽക്ക്. അപ്പം ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് നാച്ചുറലാണ്, 100% നാച്ചുറലാണ്, പന്നി നെയ്യൊന്നും ചേർക്കാതെ. ഞാൻ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. ഞാനൊരു ശക്തയ ഉപാസകയാണ്, അതുകൊണ്ട് തന്നെ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. ഉപാസന ബലമൊക്കെ ഉള്ള ഒരാളാണ്, കൃത്യമായ ധ്യാനം ജപമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മത്സ്യമാംസങ്ങൾ കഴിക്കില്ല. ഞങ്ങളിവിടെ വെക്കാനും ഒന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനിമൽസ് ഓയിലൊന്നും എൻ്റെ സോപ്പിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതുകൊണ്ട് സോപ്പ് ബേസ് വാങ്ങാം. അതായത് പന്നിനെയ്യ് പോലത്തെ ആനിമൽസ് ഓയിലും പോലെ പാരഫിൻ ഓയിലൊന്നും എൻ്റെ സോപ്പ് ബേസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് സാധാ സോപ്പ് ബേസ് അല്ല. ഞാൻ നമ്മുടെ നമ്മുടെ അലവേരയുടെ സോപ്പ് ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റൗവിൽ സോപ്പ് ബേസ് ആവാൻ വെച്ചിട്ടുണ്ട്, മറ്റേ സ്റ്റൗവിൽ പഞ്ചസാര ലായനിയും ഉണ്ടാക്കുന്നുണ്ട്. ഒരേ ടൈമിൽ തന്നെ രണ്ടും ഉണ്ടാക്കിയെടുക്കുക. കാരണം എപ്പോഴും പഞ്ചസാര ലായനി ഉണ്ടാക്കി മുന്നേ എടുത്ത് വെക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് പഞ്ചസാര ലായനി നമ്മൾ മാറ്റി വെച്ചതിൻ്റെ ശേഷം സോപ്പ് ബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരിയും കൂടി നല്ലതാണ്. അപ്പോൾ സോപ്പ് ബേസ് നമ്മളായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ലായനി എല്ലാം ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലൈ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. ലൈ സൊല്യൂഷൻ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. കാരണം അതൊരു അങ്ങനെ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് സോപ്പ് ബേസ് എപ്പോഴെങ്കിലും കട്ട കുത്തിയും തോന്നി കഴിഞ്ഞാൽ നല്ലൊരു സൊല്യൂഷനാണ് അത്, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പല ഇൻഫർമേഷനും നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടും. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്, അല്ലാതെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടുപഠിച്ച് സോപ്പ് ഉണ്ടാക്കാനല്ല. കാരണം ഓൾറെഡി നിങ്ങളൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാവും എല്ലാവരും. ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് പേര് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത കുറേ അറിവുകൾ ഞാൻ പല വീഡിയോസും കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ പലരും പറയണില്ല. അത്തരം അറിവുകൾ ഷെയർ ചെയ്യാനാണ് എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നത്. പിന്നെ എനിക്കൊരു ടൈം പാസും, ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അലവേരയുടെ സോപ്പ് ബേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചത് ലൈ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ലായനി ആഡ് ചെയ്തേക്കണം. ഇപ്പം അതാണ് പഞ്ചസാര ലായനി ഒഴിക്കണത്. അപ്പം എപ്പോഴും അതാണ് നല്ലത്, പഞ്ചസാര ലായനി ഒഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓയിൽ തന്നെയാണ്. അതായത് ഏത് ഓയിൽ വെച്ചാൽ അലോവേരയും പിന്നെ നമ്മൾ റോസ്മേരിയും കൂടി വെച്ചിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ മേക്കിംഗ് വീഡിയോ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിൽ ഒരുപാട് ലെങ്ത്ത് കൂടി പോവും.
അത് കാരണം കൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഇടാം അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ റോസ്മേരിയും അലോവേരയും കൂടി ഒരു ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ഉണ്ടാക്കുമ്പോൾ കളറും കൂടി ആഡ് ചെയ്തിട്ടാണ്, ഓയിൽ കളറാണ് ആഡ് ചെയ്തേക്കണം ഓയിലിൽ. അപ്പോൾ പിന്നെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കളർ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഓയിലാണ് നമ്മൾ അലോവേരയും റോസ്മേരിയും കൂടിയിട്ട് ചെയ്ത് വെച്ചൊരു ഓയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓയിൽ, ഇപ്പോൾ 1 കിലോ ഓയിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിൽ നിന്ന് ഒരു 200 ml ഓയിൽ നമ്മൾ കുറച്ചിട്ട് ആ 200 ml ഓയിൽ ഈ ഓയിലാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഫ്രാഗ്രൻസ് ഒഴിക്കുന്നതിന് തൊട്ട് മുൻപ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം കളർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും ലൈ ഒഴിക്കണാട്ടി മുന്നേ നമ്മൾ ലൈ ഒഴിക്കണാട്ടി മുന്നേ നമ്മൾ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കളർ ആവില്ല കിട്ടുക, പെട്ടെന്ന് കളർ ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെങ്കിൽ ലൈ എല്ലാം ഒഴിച്ച് പഞ്ചസാര ലൈന് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ കറക്റ്റ് അലോവേരയുടെ കളർ കിട്ടിയിട്ടുണ്ട്. ആ കറക്റ്റ് അലോവേരയുടെ കളർ കിട്ടണമെങ്കിലത്തെ കറക്റ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ സോപ്പ് ബേസ് ഉണ്ടാക്കണവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചിട്ട് ബാലൻസ് വെളിച്ചെണ്ണ ആ ഉണ്ടാക്കി വെച്ച ഓയിൽ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ്. ഇത് ജ്യൂസല്ല ആഡ് ചെയ്തേക്കണം, കാരണം ജ്യൂസ് ആഡ് ചെയ്താൽ കസ്റ്റമർക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല. അപ്പോൾ ജ്യൂസല്ല ഞാൻ ആഡ് ചെയ്തേക്കണം. ഓൾറെഡി അലോവേര കൊണ്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കിയിട്ട് ആ ഓയിലാണ് സോപ്പിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് അലോവേരയുടെ ബേസ്. വെളിച്ചെണ്ണയിൽ കിട്ടുമ്പോൾ യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാലോ, യെല്ലോ ഷെയ്ഡാണ് ഉണ്ടാവുക. കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണതായിരിക്കില്ല ബെനഫിറ്റ് കൂടും നമ്മുടെ സോപ്പിന്. കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റ് ഓയിലിൽ അസലായിട്ട് ഓയിലാണ് ചെയ്തെടുത്തേക്കുന്നത്.